ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ശോഭ വ്ളോഗ്സ് 65. എൻ്റെ പേര് ശോഭ എന്നാണ്. ഞാൻ ചെയ്യുന്നത് കുക്കിംഗ് ചാനലാണ്. അതെല്ലാവരും കണ്ടോ എന്നറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ചാനലിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം. അതെന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് കന്നഡയും കുറച്ച് പഠിക്കാൻ പറ്റും. കർണാടകയിൽ എത്രയോ വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാർക്ക് കന്നഡ പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കുറേ മലയാളീസ് ഉണ്ട്. അത് അവരുടെ തെറ്റല്ല. അവർ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർ മലയാളീസ് ആയതുകൊണ്ട് കന്നഡ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിക്കാണില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് ചാനലിലോട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പച്ചക്കറി എന്തൊക്കെയാണെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് കന്നഡയിലും പറഞ്ഞു തരാം. പിന്നെ ഉണ്ടാക്കുന്നതും കുറച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കന്നഡയിൽ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പച്ചക്കറി കടയിൽ പോയാൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ചോദിക്കണമെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് കണ്ട് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇന്ന് ഞാൻ ചോളം കൊണ്ടൊരു ചാറ്റ്സ്. അപ്പോൾ ചോളത്തിന് കന്നഡയിൽ എന്താ പറയേണ്ടത്? ജോള. അപ്പോൾ ചോളದ ചാറ്റ് എന്നുള്ളത് ഞാൻ കന്നഡയിൽ ജോളದ ചാറ്റ് ചാറ്റ്സ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് കന്നഡയിൽ ಹೇಗೆ ಮಾಡುವುದು, ಜೋಳದ ചാറ്റ്സിന് ಹೇಗೆ ಮಾಡುವುದು. മലയാളത്തിൽ ഇപ്പോൾ പറയുന്നത് ചോളದ ചാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ಈ ವಿಡಿಯೋയിൽ കാണിക്കാം. ಅതെങ്ങനെയാണ് ಕನ್ನಡದಲ್ಲಿ വെച്ചാൽ ಜೋಳದ ಚಾಟನ್ನು ಹೇಗೆ ಮಾಡುವುದು ಅಂತ ವಿಡಿಯೋದಲ್ಲಿ ನಾನು ತೋರಿಸ್ತೀನಿ. ಮೊದಲು ಜೋಳ ആദ്യം ചോളം എടുത്തിട്ട് അതിൻ്റെ തൊലി എടുക്കണം. തൊലി എന്ന് പറയുന്നതിന് കന്നഡയിൽ ಸಿಪ್ಪೆ ತೆಗೆದು ಜೋಳವನ್ನು ಬಿಡಿಸಬೇಕು. എന്നുവെച്ചാൽ ചോളം എടുക്കണം. കണ്ടോ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വിട്ട് നിൽക്കുന്നതിന് അതിന് ಬಿಡಿಸಿ. ಈಗ ಕುದಿಯುವ ನೀರು എന്നുവെച്ചാൽ തിളക്കുന്ന വെള്ളത്തിന് കുതിയുവ നീര് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അതിൽ കന്നഡയിലുള്ള വേർഡ് ഞാൻ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. ഉപ്പನ್ನು ಸೇರಿಸಬೇಕು. ഉപ്പു മലയാളത്തിൽ ഉപ്പ് എന്ന് പറയുന്നതിന് കന്നഡയിൽ ഉപ്പನ್ನು ಸೇರಿಸಬೇಕು. ಸೇರಿಸಬೇಕೆന്ന് ഉപ്പിടണം. പിന്നെ അതിലേക്ക് ഞാൻ ചോളം ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് കന്നഡയിൽ എങ്ങനെയാണ് 15 മിനിറ്റ് എന്നുള്ളതിന് കന്നഡയിൽ 15 നിമിഷം. ഇപ്പോൾ വീഡിയോയിൽ കുതിയുവ നീരു എന്ന് അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 15 നിമിഷം എന്ന് വെച്ചാൽ 15 നിമിഷം. 15 നിമിഷം. 15 നിമിഷം വെന്ത മേലെ അതിന് കന്നഡയിൽ വെന്ത മേലെ എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പറയാം വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെണ്ണ ഇട്ടിട്ടുണ്ട്. കന്നഡയിൽ വെണ്ണ ആക്കി, മലയാളത്തിൽ വെണ്ണ ആക്കി ನಂತರ ಶೇಷಂ ಬೆಣ್ಣೆ ಇಟ್ಟതിൻ്റെ ശേഷം ചോളം ಇಟ್ಟು ಬೆಣ್ಣೆ ಹಾಕಿದ ನಂತರ ಜೋಳವನ್ನು ಹಾಕಿದೆ. ಜೋಳ ಹಾಕಿ ಸ್ವಲ್ಪ ಹೊತ್ತು കുറച്ച് നേരം ಅದನ್ನು ಬೆರೆಸಬೇಕು. മിക്സ് ചെയ്യണം. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കന്നഡയിൽ പറയാം രുചിಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು. എന്നുവെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് എന്നുള്ളത് രുചിಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು. ಆಮೇಲೆ ಆಮೇಲೆ ಮುಳಗು ಪೊಡಿ
1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കന്നഡയിൽ മെണസിന പൊടി, അത് ഞാൻ എഴുതിയിട്ടുണ്ട് വീഡിയോയിൽ. മെണസിന പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. അതിന് ശേഷം ഉള്ളിക്ക് കന്നഡയിൽ ഈരുള്ളി, അത് ഈസിയാണ്, നിങ്ങൾക്ക് ഈ ചേർത്താൽ മതി. ഈരുള്ളി പിന്നെ ടൊമാറ്റോ തന്നെയാണ് കന്നഡയിൽ വേറെ വേർഡ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് കഷ്ടം, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ മല്ലി ഇലക്ക് കന്നഡയിൽ കൊത്തമ്പരി സൊപ്പു എന്ന് പറഞ്ഞാൽ ഇല, കൊത്തമ്പരി എന്ന് പറഞ്ഞാൽ മല്ലി ഇല, കൊത്തമ്പരി സൊപ്പു ಹಾಕಿ ಬೆರೆಸಬೇಕು എന്നുള്ളതിന് ഞാൻ മലയാളത്തിൽ നമ്മൾ ഒന്നിച്ച് ചേർക്കേണ്ടതൊക്കെ അതിനു വേണ്ടി കന്നഡയിൽ ಬೆರೆಸಬೇಕು. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത് ഗരം മസാല തന്നെ പറഞ്ഞാൽ മതി, കന്നഡയിൽ കുഴപ്പമില്ല. ഗരം മസാല ചേർത്ത് ഇളക്കണം. എന്നതിന് ശേഷം ഇതിൽ ഞാൻ ഫൈനലായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചിട്ടാൽ മതി. അതിന് കന്നഡയിൽ നിംബെ ഹണ്ണിന് രസമെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം. നിംബെ ഹണ്ണു എന്ന് വെച്ചാൽ ചെറുനാരങ്ങ, അതിൻ്റെ രസം ഇട്ടാൽ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാം.